നമസ്കാരം, എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. Flexi extension cord. Flexi Electronics and Home Appliances. Flexi. Life easy. കെ ബാബുവിനെതിരായ കേസിൽ താൻ തന്നെ മേൽനോട്ടം വഹിക്കുമെന്ന് വിജിലൻസ് ADGP ജേക്കബ് തോമസ് റിപ്പോർട്ടറിനോട്. ലളിതകുമാരി കേസിലെ വിധി അന്വേഷണത്തിന് മാനദണ്ഡം. ബാർ ഉടമകൾ മന്ത്രിമാർക്ക് കോഴ കൊടുത്തത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമെന്ന് വിജിലൻസിന് PC ജോർജിന്റെ മൊഴി. സർക്കാരിനെ ഇനിയും താങ്ങേണ്ടെന്ന് ഒരു വിഭാഗം ബാർ ഉടമകൾ. 65,000 കോടി രൂപയുടെ വ്യാപാര കരാറിൽ ഇന്ത്യയും ചൈനയും നാളെ ഒപ്പുവെക്കും. നരേന്ദ്രമോദിയും സി ജിൻപിങ്ങും ഷിയാനിൽ കൂടിക്കാഴ്ച നടത്തി. പാക് അധീന കശ്മീരിലെ ചൈനീസ് സഹായത്തിൽ ഇന്ത്യ എതിർപ്പറിയിച്ചു. കോഴിക്കോട് മിഠായി തെരുവിലെ അഗ്നിബാധയിൽ കോടികളുടെ നഷ്ടം. മജിസ്റ്റീരിയൽ അന്വേഷണം നടത്തും. നഷ്ടപരിഹാര തുകയിൽ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. അപകട കാരണത്തെക്കുറിച്ച് അവ്യക്തത. അബ്ദുൾ നാസർ മദനി പ്രതിയായ ബാംഗ്ലൂർ സ്ഫോടന കേസിന്റെ വിചാരണ പൂർത്തിയാകാൻ 2 വർഷമെടുക്കുമെന്ന് ജഡ്ജി. വിവാദ കൂടിക്കാഴ്ചകൾ നടത്തിയ CBI മുൻ ഡയറക്ടർ രഞ്ജിത് സിൻഹയ്ക്കെതിരെ അന്വേഷണം വേണമെന്ന് സുപ്രീം കോടതി. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ മഹാത്മാക്കളെ അവഹേളിക്കാൻ കഴിയില്ലെന്നും കോടതി. ശുചിമുറികൾ ഇല്ലാത്ത വിദ്യാലയങ്ങൾക്ക് ഈ അധ്യയന വർഷം പ്രവർത്തനാനുമതി നൽകില്ലെന്ന് PK അബ്ദുറബ്ബ്. SSLC ഫലത്തിലെ അപാകതകളെക്കുറിച്ചുള്ള GPAയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണത്തിന് 3-അംഗ സമിതി. വിവാദ വിഷയങ്ങളോട് വിജിലൻസ് ADGP ജേക്കബ് തോമസിന്റെ ആദ്യ പ്രതികരണം റിപ്പോർട്ടിനോട്. എക്സൈസ് മന്ത്രി കെ ബാബുവിനെതിരായ വിജിലൻസ് അന്വേഷണത്തിന് താൻ തന്നെയാണ് മേൽനോട്ടം വഹിക്കുന്നത്. ലളിതകുമാരി കേസിലെ സുപ്രീം കോടതി വിധിക്കനുസരിച്ച് നടപടികൾ പൂർത്തിയാക്കും. കെ മാണിക്കെതിരായ അന്വേഷണം അവസാന ഘട്ടത്തിലാണ്. വിജിലൻസ് ADGP കൊച്ചിയിലെത്തി അന്വേഷണ പുരോഗതി വിലയിരുത്തി. കൊച്ചിയിലെ വിജിലൻസ് ഓഫീസിൽ ADGP ജേക്കബ് തോമസിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരുടെ യോഗം നടന്നു. എക്സൈസ് മന്ത്രി കെ ബാബുവിനെതിരായ വിജിലൻസ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്ന SP-യും DYSP-യും ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. ഇതിനിടയിലായിരുന്നു വിവാദ വിഷയങ്ങളിൽ ADGP ജേക്കബ് തോമസ് ആദ്യമായി പ്രതികരിച്ചത്. ഇന്നത്തെ അവലോകന യോഗം ഏതു സാഹചര്യത്തിലുള്ളതാണ്? എറണാകുളം റേഞ്ചിൻ്റെ കേസിൻ്റെ കാര്യങ്ങളെ പറ്റിയും വിജിലൻസ് കേരളയുടെ കാര്യങ്ങളും ഒരു റിവ്യൂ മീറ്റിംഗ് ആണ് ഇവിടെ നടന്നത്. മന്ത്രി കെ ബാബുവിനെതിരായ വിജിലൻസ് പരിശോധനയിൽ നിന്നും താങ്കളെ ഒഴിവാക്കിയിട്ടുണ്ടോ? അതൊരു കോൺട്രവേഴ്സിയുള്ള ഒരു കാര്യങ്ങളെ പറ്റി നമ്മൾ പരസ്യമായിട്ട് പറയുന്നത് ശരിയല്ലല്ലോ. ഞാൻ വിജിലൻസിൻ്റെ അഡീഷണൽ DGP ആണ് ഇന്നും. മന്ത്രി കെ ബാബുവിനെതിരായ വിജിലൻസിന്റെ ത്വരിത പരിശോധന എപ്പോൾ പൂർത്തിയാകും? അതിന് നിയമത്തിൻ്റെ ചില മാനദണ്ഡങ്ങളുണ്ട്. അത് നിയമത്തിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള കാലപരിധിക്കുള്ളിൽ അതിൻ്റെ അന്വേഷണങ്ങൾ പൂർത്തിയാക്കിയേ പറ്റൂ. കാരണം വിജിലൻസ് നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു അഴിമതി നിരോധന സംവിധാനമാണല്ലോ. അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ പരാതിക്കാരനായ ബിജു രമേശ് ഉന്നയിച്ച ആരോപണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അതിനെപ്പറ്റി ഞാൻ കണ്ടിട്ടുമില്ല. അങ്ങനെ ഒരു കമൻറ്റിനെ പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ. ആരോപണം ഞാൻ കേട്ടില്ല, ആരോപണം ഞാൻ കണ്ടില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി എനിക്ക് അഭിപ്രായം പറയാനും ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ട്. ധനമന്ത്രി KM മാണിക്കെതിരായ വിജിലൻസ് അന്വേഷണം അവസാന ഘട്ടത്തിലാണെന്നും വൈകാതെ കോടതിയിൽ റിപ്പോർട്ട് നൽകുമെന്നും ADGP പറഞ്ഞു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നൽകിയ വിശദീകരണത്തിൽ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമുണ്ടെന്നും ADGP ജേക്കബ് തോമസ് വ്യക്തമാക്കി. റിപ്പോർട്ടർ, കൊച്ചി. ബാർകോഴ കേസിൽ മൊഴിമാറ്റണമെന്നൊരു വിഭാഗം ബാർ ഉടമകൾ. ബാർ കേസിൽ ബാർ ഹോട്ടൽ അസോസിയേഷൻ ഭാരവാഹികൾ കുറ്റസമ്മതം നടത്തണം. ആർക്കൊക്കെ പണം നൽകിയെന്ന കാര്യം മറച്ചുവെച്ച് സർക്കാരിനെ സംരക്ഷിക്കേണ്ട ബാധ്യത ബാർ ഉടമകൾ ഇനി ഏറ്റെടുക്കേണ്ടതില്ലെന്നും ബാർ ഉടമകൾ നിലപാടെടുത്തു. കേരളം കണ്ട കഴിവുകെട്ട എക്സൈസ് മന്ത്രിയാണ് കെ ബാബുവെന്നും ഇന്നലെ കൊച്ചിയിൽ ചേർന്ന യോഗത്തിൽ അഭിപ്രായമുയർന്നു. ഈ മാസം 23-ന് നിശ്ചയിച്ചിട്ടുള്ള ബാർ ഹോട്ടൽ അസോസിയേഷൻ എക്സിക്യൂട്ടീവ് യോഗത്തിന് മുന്നോടിയായി ഇന്നലെ ഒരു വിഭാഗം ബാർ ഉടമകൾ കൊച്ചിയിൽ യോഗം ചേർന്നാണ് അസോസിയേഷൻ ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ പരസ്യ നിലപാട് സ്വീകരിച്ചത്. ബാർ കോഴ കേസിൽ നിലപാട് തിരുത്തി കുറ്റസമ്മതം നടത്തണമെന്ന് യോഗത്തിൽ അഭിപ്രായമുയർന്നു. മദ്യവ്യവസായം തകർത്ത സർക്കാരിനെ താങ്ങി നിർത്തേണ്ട ബാധ്യത ബാർ ഉടമകൾ ഏറ്റെടുക്കേണ്ടതില്ല. വേണ്ടിവന്നാൽ ബാർ കോഴ കേസിൽ മൊഴി മാറ്റണമെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു. മന്ത്രി കെ ബാബുവുമായി അടുപ്പം പുലർത്തുന്ന എലഗൻസ് ബിനോയുടെ നേതൃത്വത്തിലായിരുന്നു യോഗമെന്നതാണ് ശ്രദ്ധേയം. ബാർ അടച്ചുപൂട്ടിയതുമായി ബന്ധപ്പെട്ട് ആർക്കൊക്കെ പണം നൽകിയെന്ന കാര്യം പരസ്യമാക്കണം. പണം വാങ്ങിയവർ എത്ര ഉന്നത സ്ഥാനത്തിരിക്കുന്നവരായാലും ഒരു ആനുകൂല്യവും നൽകേണ്ടതില്ല. 23-ന് കൊച്ചിയിൽ നടക്കുന്ന അസോസിയേഷൻ എക്സിക്യൂട്ടീവ് യോഗം ഇതു സംബന്ധിച്ച് തീരുമാനമെടുക്കണമെന്നും ഇന്നലത്തെ യോഗത്തിൽ ആവശ്യമുയർന്നു. തീരുമാനങ്ങൾ എടുക്കാനോ അവ മന്ത്രിസഭാംഗങ്ങളെ കൊണ്ട് അംഗീകരിപ്പിക്കാനോ നടപ്പാക്കാനോ ബാബുവിന് കഴിവില്ലെന്ന് യോഗത്തിൽ അംഗങ്ങൾ ആരോപിച്ചു. ഇന്നലത്തെ യോഗത്തിൽ അസോസിയേഷന്റെ ഔദ്യോഗിക നിലപാടിനെതിരെ അഭിപ്രായ വ്യത്യാസമുണ്ടായെന്ന് എലഗൻസ് ബിനോയ് റിപ്പോർട്ടറോട് സമ്മതിച്ചു. അപ്പൊ അതിനകത്ത് പല ആശയങ്ങൾ പലരുടെ ഭാഗത്തുനിന്നുണ്ടായി. ഈ ആശയങ്ങളൊക്കെ വരുന്ന 23-ാം തീയതി സംസ്ഥാന സമിതിയുണ്ട്. സമിതിക്ക് മുമ്പ് സമർപ്പിക്കാനാണ് തീരുമാനിച്ചത്. ബാർ കോഴ കേസ് അന്വേഷണത്തിന്റെ അന്തിമഘട്ടത്തിൽ ബാർ ഉടമകൾ സർക്കാരിനെതിരെ തിരിയുന്നുവെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ബിജു ഗോപിനാഥ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.
വിഷയത്തിൽ നമ്മോടൊപ്പം ബിജു രമേശ്, ആന്റണി രാജു, രാജ്മോഹൻ ഉണ്ണിത്താൻ, എലഗൻസ് ബിനോയ്, VM രാധാകൃഷ്ണൻ, PC ജോർജ്, രാജ്കുമാർ ഉണ്ണി തുടങ്ങിയവരാണ് വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലും ഉള്ളത്. ആദ്യം ബിനോയ്, താങ്കൾ, ലൂസിയ രാജൻ, സുനിൽകുമാർ, ജോൺ കല്ലാട്ട് എന്നിവരാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഒത്തുകൂടിയത്. എന്തായിരുന്നു അങ്ങനെ ഒരു ഒത്തുകൂടലിൻ്റെ സാധ്യത? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനോ എന്തെങ്കിലും ആരോപണം ഉന്നയിക്കാനോ അഴിമതി ഉന്നയിക്കാനോ ഒന്നുമല്ല അത് ഇപ്പോൾ ഉണ്ടായിരുന്ന സാഹചര്യം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, വൻ കടബാധ്യതയിലാണ് ഇപ്പോൾ ഉള്ള വ്യവസായികളെല്ലാം. 700 കോടിയോളം ഇത് ബിവറേജ് കോർപ്പറേഷൻ പോലുള്ള മറ്റൊരു കോർപ്പറേഷൻ, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ബാർ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷൻ ഈ കാര്യങ്ങളെല്ലാം നേരത്തെ വിലയിരുത്തിയിട്ടുള്ളതാണ്. പെട്ടെന്ന് നിങ്ങൾ എക്സിക്യൂട്ടീവ് യോഗത്തിന് മുമ്പ് ഇങ്ങനെ ഒരു കൂടിച്ചേരലിന്റെ കാര്യം? ഒരിക്കലുമില്ല. ഇതൊന്നും ഇതുവരെ ചർച്ചയിൽ വന്നിട്ടില്ല, ഒരാളും ചർച്ച ചെയ്തിട്ടില്ല. ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ അവിടുന്ന് നോട്ടീസ് വന്നിരിക്കുകയാണ്. 3 EMI അടച്ചില്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ ഹോട്ടലുകൾക്കൊക്കെ പൂട്ട് വീഴും. അതിനെന്ത് ഈ സർക്കാർ ചെയ്യുന്നു? അതിനെന്ത് നമ്മുടെ നേതൃത്വം നമ്മളെ തുടരുക? ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, മൊഴി മാറ്റണം എന്ന ആവശ്യം ഇപ്പോൾ ചില ബാർ ഉടമകളിൽ ആവശ്യമായി വരുന്നു. കുറ്റസമ്മതം നടത്തണം. ഉണ്ണി അടങ്ങുന്ന നേതൃത്വം സ്വീകരിക്കുന്ന സമീപനം ശരിയല്ല. നേതൃത്വത്തിൻ്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ വഴുതിപ്പോയി. ഈ നിലയ്ക്ക് ഇപ്പോൾ ഒരു വിഭാഗം ഉടമകൾ, നേരത്തെ ബിജു രമേശ് മാത്രമായിരുന്നു ഇത്തരത്തിലൊരു സമീപനം സ്വീകരിച്ചിരുന്നത് എങ്കിൽ അതിനപ്പുറത്തേക്ക് ജോൺ കല്ലാട്ട് പോലുള്ള സുപ്രധാന സാക്ഷികൾ, എലഗൻസ് ബിനോയിയൊക്കെ അറിയപ്പെടുന്നത് കെ ബാബുവിൻ്റെ അടുത്ത സുഹൃത്തുക്കൾ എന്നുള്ള നിലയിലാണ്, സുനിൽകുമാർ, അങ്ങനെയുള്ളവരൊക്കെ തന്നെയും സർക്കാരിനെതിരെ തിരിഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടിലാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഈ 2 കാര്യം, അവസാനം പറഞ്ഞ 2 കാര്യമുണ്ട്. നേതൃത്വത്തിന്റെ ശരിയല്ല, അത് അവരുടെ കയ്യിൽ നിന്ന് വഴുതി പോവും, അതൊക്കെ ശരിയാണ്. പക്ഷേ കുറ്റാരോപണം നടത്താം, അത് ആ കാര്യങ്ങളൊന്നും ഞങ്ങൾ അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടില്ല. അത് വരുന്ന 23-ാം തീയതി വരുന്ന എക്സിക്യൂട്ടീവ് സംസ്ഥാന സമിതിയിൽ ഈ കാര്യങ്ങളെല്ലാം കൂലങ്കഷമായ ചർച്ച ഉണ്ടാവും, അതിന് ഒരു തീരുമാനം ഉണ്ടാവും എന്നതിൽ സംശയമില്ല. തുടരുക. ശ്രീ VM രാധാകൃഷ്ണൻ, ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറ്റം വരുന്നുണ്ടോ? അതോ 23-ാം തീയതി നടക്കാൻ പോകുന്നത് നേരത്തെയുള്ള എക്സിക്യൂട്ടീവിനെ പോലെ തന്നെ സർക്കാരിനൊപ്പം പ്രതിരോധിച്ച് നിൽക്കുക, ബിജു രമേശാണ് മുഖ്യ ശത്രു എന്ന നിലയിലാണോ കാര്യങ്ങൾ പോവുക? കേരള ബാർ ഹോട്ടൽ ഓണേഴ്സിന് ബിജു രമേശിനെ മുഖ്യ ശത്രുവായിട്ട് പരിഗണിക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം ഇപ്പോഴും ഈ സംഘടനയുടെ വർക്കിംഗ് പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് മുഖ്യ ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ഔദ്യോഗിക തീരുമാനം സംഘടനയുടെ ഏതെങ്കിലും യോഗങ്ങളിൽ എടുത്തായിട്ട് എനിക്കറിവില്ല. ശ്രീ ബിനോയ് പറഞ്ഞ കാര്യങ്ങൾ, ഇന്നലെ ഒരു യോഗം കൂടി എന്ന് പറഞ്ഞ് ഒരു വിഭാഗം ആളുകളെ മാത്രം വിളിച്ചുകൊണ്ട് കൊച്ചിയിൽ ഒരു യോഗം ചേർന്നതായിട്ടാണ് ശ്രീ ബിനോയ് ഇപ്പം അംഗീകരിക്കുന്നത്. ആ യോഗത്തിൽ വെച്ച് ഈ ബാർ വ്യവസായത്തിലെ ആളുകൾ നേരിടുന്ന പ്രതിസന്ധി, അതായത് കടബാധ്യത, ഈ കടബാധ്യത ആരും സർക്കാരിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല. ആ കടബാധ്യതയായിരുന്നു ഇന്നലത്തെ യോഗത്തിന്റെ പ്രധാന ചർച്ചാ വിഷയമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. രണ്ടാമത്, ഈ കാര്യങ്ങൾ മുഴുവൻ 23-ാം തീയതി ചർച്ചയ്ക്ക് വിധേയമാക്കി ചർച്ചയിൽ വെച്ച് ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറയുന്നു. ഇന്ന് രാവിലത്തെ ചില ചർച്ചകൾ അദ്ദേഹം പറയുണ്ടായി. വാർത്താ മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടിയ വാർത്ത പ്രകാരം യഥാർത്ഥ സ്ഥിതികൾ, മൊഴി എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വസ്തുതകൾ ഞങ്ങൾ അധികാരികളുടെ മുൻപാകെ സമർപ്പിക്കുന്നതിൽ ഇതിന്റെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾക്ക് വീഴ്ച പറ്റി, അത് ഇനിയെങ്കിലും തിരുത്തണം എന്നൊരു തീരുമാനമെടുത്തു എന്ന് പറയുന്നു. ഇങ്ങനെ ഒരു വൈകിയ വെളിപാട് ഇവർക്ക് വരാനെന്താ ഉണ്ടായ കാരണം എന്ന് കരുതിയാൽ ഞാൻ മനസ്സിലാക്കുന്നത്, സാധാരണഗതിയിൽ ഒരു രാഷ്ട്രീയക്കാരനെയോ സർക്കാർ ഉദ്യോഗസ്ഥനെയോ പണക്കാൻ ഒരു കച്ചവടക്കാരനും തയ്യാറാവില്ല. ഒരു പീഡനവും പുറത്തു പറയാറില്ല. നിവൃത്തികേട് വരുമ്പോഴും തുടർച്ചയായി വഞ്ചിക്കപ്പെടുമ്പോഴുമാണ് നമ്മൾ സാധാരണഗതിയിൽ ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കുക. നമുക്ക് വളരെ വേഗത്തിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ശ്രീ VM രാധാകൃഷ്ണൻ, എങ്ങനെയാണ് നിങ്ങൾ, എന്തായാലും തുടർച്ചയായി വഞ്ചിക്കപ്പെട്ടു എന്ന നിലപാടുകാരാണ്, എങ്ങനെയാണ് ഒരു മാറ്റം വരുത്താൻ പോകുന്നത്? ഇതുവരെ ബിജു രമേശ് കെ ബാബുവിനെതിരെയും കെ മാണിക്കെതിരെയും ആക്ഷേപങ്ങൾ ഉന്നയിച്ചപ്പോൾ സർക്കാരിനൊപ്പം പാറ പോലെയാണ് നിരന്നവരാണ് ബാർ ഉടമകൾ. എങ്ങനെയാണ് മുന്നോട്ട്? മൊഴി മാറ്റി പറയുക എന്നുള്ള സംഗതി തന്നെ തെറ്റാണ്. സത്യമല്ലേ പറയാൻ പറ്റൂ. മൊഴി മാറ്റി ഇഷ്ടാനുസരണം ഓരോ സന്ദർഭത്തിലും മൊഴി പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം അന്വേഷണത്തിന്റെ ഭാഗമായി മറിച്ച് തെളിയിക്കപ്പെടുമല്ലോ. അല്ല, അതിന് നേരത്തെ പറഞ്ഞ മൊഴി മാറ്റേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മൊഴി മാറ്റണം എന്ന ആവശ്യം ഉന്നയിച്ചത്. ശരിയായ മൊഴി പറയുക, അത് കുറ്റസമ്മത മൊഴിയാക്കുക. ഞങ്ങൾ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് പണ്ട് സർക്കാരിന് അനുകൂലമായി, അല്ലെങ്കിൽ കെ മാണിക്കും ബാബുവിനും അനുകൂലമായി പറഞ്ഞത്. അങ്ങനെയൊക്കെ ഒരു മൊഴി പറയുന്ന കാര്യം പറയുകയാണെങ്കിൽ അവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ ബിനോയ് ഞങ്ങളുടെ ജനറൽ ബോഡി യോഗത്തിൽ പറഞ്ഞ തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ
ഈ ഇപ്പൊ കാണുന്ന സോപ്പ് കുമ്പളയുള്ള മുകളിലുള്ള ഈ ചെറിയ കാര്യങ്ങൾക്ക് പകരം വലിയ അമിട്ട് പൊട്ടുമായിരുന്നല്ലോ. പിന്നെ ഇതിന്റെ ഭാഗമായി ഈ സർക്കാരിനെ പേടിപ്പിക്കാമെന്നൊന്നും ഞങ്ങൾ കരുതുന്നില്ല. കാരണം ഉടുക്ക് കച്ചവടക്കാരനായ ഞങ്ങള് ഈ വെടിക്കെട്ടുകാരനെ പേടിപ്പിക്കാനൊന്നും ഞങ്ങൾ വിചാരിച്ചാൽ കഴിയില്ല. പക്ഷേ പലതും ബിനോയെ പോലുള്ള ആളുകൾ അന്ന് അവിടെ പറഞ്ഞത് സത്യമാണെങ്കിൽ, അവരക്കാര്യങ്ങൾ പുറത്തു പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ പലതും സംഭവിക്കുമായിരുന്നു. അടുത്ത തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ പലർക്കും ഇലക്ഷനിൽ തന്നെ പങ്കെടുക്കാൻ കഴിയില്ലായിരുന്നു. പക്ഷേ അതൊക്കെ ഇവർ പറയുമോ? ബിനോയ് ആ കാര്യത്തിൽ എന്ത് സമീപനം സ്വീകരിക്കും? അല്ലെങ്കിൽ ബിനോയെ പോലെ മടങ്ങിയെത്താം. ശ്രീ ആന്റണി രാജു, ഇപ്പോൾ ഭയം തോന്നുന്നുണ്ടോ കുറച്ചൊക്കെ? നേരത്തെ കെ മാണിക്കെതിരെയും കെ ബാബുവിനെതിരെയും ഒരു ബിജു രമേശൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതല്ല സ്ഥിതി. എലഗൻസ് ബിനോയ് പോലും മറുപക്ഷത്ത് ചാടിയോ എന്നൊരു തോന്നൽ രാവിലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വൈകുന്നേരമാകുമ്പോൾ അല്പം മയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും 23-ാം തീയതി ആരുടെയും നിയന്ത്രണത്തിലല്ല യോഗം നടക്കാൻ പോകുന്നത്. രാജ്കുമാർ ഉണ്ണി ഒരു വിഭാഗം അവിടെ ഉണ്ടാകും, ബിജു രമേശിൻ്റെ ഒരു വിഭാഗം ഉണ്ടാകും, എലഗൻസ് ബിനോയും ചൈന സുനിലും അടങ്ങുന്ന വേറൊരു വിഭാഗമുണ്ടാകും. ആ കൂട്ടത്തിലേക്ക് ഏറ്റവും സുപ്രധാനമായ ജോൺ ഗലാട്ട് അടക്കമുള്ളവർ വന്നിരിക്കുന്നു. അല്പം പേടി തോന്നുന്നുണ്ടോ? എൻ്റെ നികേഷ്, ഈ ആരോപണം ഉന്നയിക്കുന്നവരെ ഗവൺമെന്റ് എന്തെങ്കിലും പേടിയുണ്ടായിരുന്നെങ്കിൽ ഇവർക്കെതിരെ, ബാർ ഉടമകൾക്കെതിരെ ബാർ നയവുമായി, ശക്തമായ ബാർ നയവുമായി, ഇപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ സുപ്രീം കോടതിയിൽ ഗവൺമെന്റ് എടുത്തിരിക്കുന്ന നിലപാടെന്താ? വിവേചനം ഉണ്ട് എന്ന് എന്തെങ്കിലും തോന്നി അതിൻ്റെ പേരിൽ പോലും ബാർ ഉടമകൾക്ക് അനുകൂലമായ വിധി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി 5 സ്റ്റാർ ഹോട്ടലുകൾ പോലും വേണ്ടി വന്നാൽ ലൈസൻസ് റദ്ദാക്കുമെന്ന പ്രഖ്യാപനം ഒരു ഗവൺമെന്റ് ചങ്കൂറ്റത്തോടെ നടത്തണമെങ്കിൽ, അങ്ങനെ ബാറുടമകളെ ഭയന്നിട്ടാണെങ്കിൽ ഒരു ഗവൺമെന്റ് അങ്ങനെ ഒരു തീരുമാനമെടുക്കുമോ? ഇവിടെ ശ്രീ വി എം രാധാകൃഷ്ണൻ, ശ്രീ ആന്റണി രാജു പറയുന്നതാണ് ശരിയും. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ബോംബല്ല, ഒരു പൊട്ടാസെങ്കിലും പൊട്ടിക്കാനുണ്ടായിരുന്നു എങ്കിൽ സർക്കാർ ഇത്രയും കടുത്ത തീരുമാനമെടുക്കുമോ? ആദ്യം 418 ബാറുകൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചു. വേണ്ട, 312 കൂടി ഇരിക്കട്ടെ എന്ന് മുഖ്യമന്ത്രി നിലപാടെടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം സുപ്രീം കോടതി, ഹൈക്കോടതി അത് അംഗീകരിച്ചു. സുപ്രീം കോടതിയിൽ പോകുന്നു. സുപ്രീം കോടതിയിൽ പോകുമ്പോൾ അതിൽ വിവേചനമില്ലേ എന്നൊരു ചോദ്യം ജഡ്ജിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. എങ്കിൽ ശരി, 5 സ്റ്റാർ അടക്കം എല്ലാം പൂട്ടിക്കളയാം, മദ്യമേ വേണ്ട എന്ന നിലപാടെടുത്ത് കളയാമെന്ന ആർജവമുള്ള നിലപാടാണ് സർക്കാർ എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങളെ പേടിയുണ്ടായിരുന്നു എങ്കിൽ ഗവൺമെൻറ് ഇത്രയും ഉറച്ച നിലപാടെടുക്കുമായിരുന്നു. ആദ്യമേ മറുപടി ഞാൻ പറഞ്ഞു, വെടിക്കെട്ടുകാരാണ് അവര്, പിന്നെ ഉടുക്കുവോട്ടുകാരെയൊന്നും പേടിക്കില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ശ്രീ ആന്റണി രാജു സാറ് പറയുന്ന കാര്യം മുഴുവൻ ഇതുവരെ കൊടുത്ത മൊഴികളെ കുറിച്ചാ. ഇനിയും പറയാത്ത, അല്ലെങ്കിൽ ഞങ്ങളുടെ സംഘടനാ വേദികളിൽ ഉന്നയിക്കുകയും അത് സംബന്ധിച്ച് ഒരു മൊഴിയും കൊടുക്കാത്ത ധാരാളം കാര്യങ്ങൾ അവശേഷിക്കുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ബോംബാണോ, ഓലപ്പടക്കമാണോ, അതോ ചീറ്റപ്പടക്കമാണോ എന്നൊക്കെ എന്തുണ്ട് നിങ്ങളുടെ കയ്യിൽ ശ്രീ വി എം രാധാകൃഷ്ണൻ? ഇതിപ്പോ ബിജു രമേശൻ പറയുന്ന പോലെ ആയിപ്പോയല്ലോ കാര്യങ്ങൾ. ഇത് എൻ്റെ ഷെൽഫിൽ എല്ലാവരുടെയും CD ഉണ്ട് എന്ന് കാണിച്ചു, രേഖകളുണ്ടെന്ന് കാണിച്ചു. അപ്പോൾ അവസാനം കൈ കാണിക്കുകയാണ് ചെയ്തത്, കൈരേഖ കാണിക്കുകയാണ് ചെയ്തത്. ബിജു രമേശിലേക്ക് ഞാൻ മടങ്ങി വരാം. പക്ഷേ ശ്രീ വി എം രാധാകൃഷ്ണൻ, താങ്കളാണ് ഇതിന് മറുപടി പറയേണ്ടത്. ഏത് ചോദ്യത്തിനാണ് താങ്കൾ മറുപടി ഞാൻ പറയാത്തത്? എന്ത് രേഖയാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? എന്ത് മൊഴിയാണ് ഇനി ബാക്കിയുള്ളത്? ഇതിനകം തന്നെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജോൺ ഗലാട്ട് മൊഴി കൊടുത്തിരിക്കുന്നു, ഉണ്ണി മൊഴി കൊടുത്തിരിക്കുന്നു, കൃഷ്ണദാസ് മൊഴി കൊടുത്തിരിക്കുന്നു, ഇവരൊക്കെ സുനിൽകുമാർ മൊഴി കൊടുത്തിരിക്കുന്നു. ഇങ്ങനെ ഇനി എന്ത് മൊഴിയാണ് വരാനുള്ളത് ഇതിൽ? ഏതായാലും ഈ കൊടുത്ത മൊഴികളൊക്കെ ഒരു പ്രത്യേക വ്യക്തിയെ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ച് മാത്രമാണ്. ഇനി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലൊന്നും ഇവരാരും മൊഴി കൊടുത്തിട്ടില്ല. ആ മൊഴി കൊടുത്തിരിക്കുന്നത് ഒരു പ്രത്യേക വ്യക്തിക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രത്യേക പദവിയിലുള്ള ആൾക്കെതിരായിട്ടുള്ള അന്വേഷണത്തെക്കുറിച്ച്, മൊഴിയെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. മറിച്ച് ബാക്കി അന്വേഷണം നടക്കുന്ന കാര്യങ്ങളിലൊന്നും ഇവരിൽ നിന്നും മൊഴികൾ ആരും സ്വീകരിച്ചില്ല. ആ മൊഴി എന്തായിരിക്കും എന്ന് പറയേണ്ടത് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് വളരെ പരസ്യമായി ഞങ്ങളുടെ സംഘടനാ യോഗത്തിൽ ആരോപണം ഉന്നയിച്ചവരാണ്. ആ എന്ത് മൊഴി കൊടുക്കുമെന്നും ഞങ്ങൾ അത് കൊടുക്കുന്നില്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് ഇതിൽ നിന്നൊക്കെ പിൻവാങ്ങുന്നതെന്നും മറുപടി പറയേണ്ടത് അവരാണ്. ശ്രീ ബിനോയ് എവിടെയുണ്ട്? അദ്ദേഹം മറുപടി പറയട്ടെ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേട്ടവർ. അങ്ങനെ എന്തെങ്കിലും ബിനോയ് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പറയാനുണ്ട് എന്നെങ്കിലും താങ്കൾക്ക് വാദമുണ്ടോ? എന്തെങ്കിലും ഒരു പുതിയ കാര്യമുണ്ട് അല്ലെങ്കിൽ പറയാനുണ്ടോന്നുള്ള ഞങ്ങളുടെ നേതൃത്വം ബിജു രമേശിനെ പോലെയുള്ള ആളുകൾ കൊടുത്ത തെളിവുകളൊന്നും സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. ബിജു രമേശ് ഉൾപ്പെടെയുള്ള ആളുകൾ ആക്ഷേപം ഉന്നയിച്ചു. കഴിഞ്ഞ ദിവസം മീറ്റിംഗ് കൂടിയപ്പോഴും നിരവധി ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. ഇതൊന്നും നമ്മുടെ നേതൃത്വത്തിന് ആർജവത്തോടെ പറയാൻ കഴിവില്ലെങ്കിൽ നിങ്ങൾ രാജിവെച്ച് പുറത്തു പോകുമെന്ന് പറയാൻ നമുക്ക് പറയേണ്ട ഒരു സ്ഥിതിയിൽ നിൽക്കുകയാണിപ്പം. അതല്ലാതെ എനിക്ക് മനസ്സിലായില്ല, ഒന്നുകൂടെ പറഞ്ഞേ. അതായത്
ഇപ്പൊ നിലവിൽ പല പല ആരോപണങ്ങളുണ്ട്. ബിജു രമേശ് പറഞ്ഞല്ലോ, ബിജു രമേശ് കൊടുത്ത CD-യും ഇതുമൊക്കെ പല കാര്യങ്ങൾ അസോസിയേഷൻ നേതൃത്വത്തെ ഏൽപ്പിച്ചു. ഇതൊന്നും ഇവര് കൊടുത്തിട്ടില്ല. അതായത് ഒരു 5 അംഗ സമിതി നേരത്തെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ, ഈ 5 അംഗ സമിതിയിൽ ഏൽപ്പിച്ച തെളിവുകളൊന്നും ഇത് ഹാജരാക്കിയിട്ടില്ല എന്ന് ബിജു രമേശ് പറയുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇത് ഞങ്ങളുടെ നേതൃത്വം ഞങ്ങളുടെ ഈ വ്യവസായം സംരക്ഷിക്കാനാണോ നിൽക്കുന്നത്, അതോ അവരുടെ മാത്രം താല്പര്യം നിലനിർത്താനാണോ നിൽക്കുന്നതെന്ന് പരിശോധിക്കേണ്ട ചുമതല ഞങ്ങൾക്കില്ലേ? അതായത് താങ്കൾ വിചാരിക്കുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് നേതൃത്വത്തിന്റെ മുഖമായി നാം ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് രാജ്കുമാർ ഉണ്ണിയും കൃഷ്ണദാസും ഒക്കെ ആണല്ലോ. ഇവരാണ് ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന ഭാരവാഹികളായി കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അവരിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലാതായോ? കാരണം ഈ ഇൻഡസ്ട്രിയെ സംരക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് തോന്നലുണ്ടോ? അതെ, തീർച്ചയായിട്ടും. അതല്ല ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ എന്നെ പറയാൻ അനുവദിച്ചില്ലല്ലോ. ഇത്രയും കടക്കണിയിലെല്ലാം ഞങ്ങൾ എത്തി. ഇതിനൊരു ശാശ്വത പരിഹാരം കാണുന്നില്ല. ഇവര് ഈ മൊഴിയും കൊടുത്ത് ഇവര് മാറി നിൽക്കുന്നു. ഇതിന്റെ സത്യാവസ്ഥ അതല്ല മറ്റത് പലതാണെന്ന് അസോസിയേഷൻ ഉള്ളിൽ തന്നെ പറയുന്നു. ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാകണ്ടേ? ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാകാതെ ഈ നിലയ്ക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമാണ്. ശ്രീ ബിജു രമേശ്, താങ്കൾ കേൾക്കുന്നുണ്ടോ? താങ്കൾ ആരോപിച്ചിരുന്നത് കെ ബാബുവിൻ്റെ ബിനാമിയാണ്, അല്ലെങ്കിൽ ബിനോയിയുടെ ബിനാമിയാണ് കെ ബാബു എന്നൊക്കെ ആയിരുന്നു. ഇപ്പോൾ ബിനോയ് പറയുകയാണ് ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന ഭാരവാഹികളിൽ ഞങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന്. പറയൂ. 23-ാം തീയതി സംസ്ഥാന എക്സിക്യൂട്ടീവ് വിളിച്ചിട്ടുണ്ട്. ആ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ബിനോയ് അതിനു മുമ്പ് തന്നെയുള്ള ജനറൽ ബോഡിയിലും എക്സിക്യൂട്ടീവിലൊക്കെ ബിനോയുടെ ഒരുപാട് തെളിവുകളും ബാബുവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളുടെ കണക്കുകളുമൊക്കെ ബിനോയുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞതാണ്. എന്തുകൊണ്ട് ബിനോയ് പറയുന്നില്ല? അതുമല്ല, ഇവർ വിളിച്ചുകൂട്ടിയ യോഗത്തിൽ ചാനലുകളിലൂടെ കണ്ടത് ബാബുവിനെതിരെ മൊഴി പറയാൻ വിജിലൻസുകാർ സമൻസ് അയച്ചിട്ടുള്ള ബഹുഭൂരിപക്ഷം ആൾക്കാരെയും എറണാകുളത്തെ ഇവരുടെ ഇന്നലത്തെ യോഗത്തിൽ ചാനലുകളിലൂടെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചർച്ചയ്ക്കാണോ വിളിച്ചത്, എന്തിനാണ് വിളിച്ചതെന്ന് നമുക്ക് വ്യക്തത ഇല്ല. കാര്യം ബാക്കി പലരും വിളിച്ചിട്ടില്ല. ഈ സമൻസ് കിട്ടിയിട്ടുള്ള പലരും മലപ്പുറത്തുനിന്ന് വരെ കണ്ണൂരിൽ നിന്ന് ജോൺ കല്ലാട്ട് ഉൾപ്പെടെയുള്ളവർ ഇന്നലത്തെ ചർച്ചയ്ക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ തന്നെ കെ ബാബുവുമായി ബന്ധപ്പെട്ട് മൊഴി കൊടുക്കാനുള്ള ആൾക്കാരാണ്, അടുത്ത മൊഴി കൊടുക്കാൻ നിൽക്കുന്നവരാണ്. ആ മൊഴി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയാണോ, ബാബുവിനെ അതിൽ നിന്ന് സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയാണോ, അല്ലെ സത്യം പുറത്ത് പറയിപ്പിക്കുന്നതിലേക്ക് വേണ്ടിയാണോ? ഇതൊക്കെ നമ്മുടെ മനസ്സിലാക്കാൻ കമ്മിറ്റിയും രണ്ട് മന്ത്രിമാർക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചു. ആ അഴിമതി ആരോപണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു വാദമുണ്ട്, അതിനൊരു വാശിയുമുണ്ട്. ഉണ്ണിയെ സംബന്ധിച്ചിടത്തോളം, ഉണ്ണിയോടൊപ്പം നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളവും അവർ സർക്കാരിനോടൊപ്പമാണ് എന്ന തോന്നലാണ് എലഗൻസ് ബിനോയും ജോൺ കല്ലാട്ടും അടക്കമുള്ള ഈ മേഖലയിൽ ബിസിനസ് ചെയ്യുന്നവരുടെ നിലപാട്. അത് പോരാ, നമുക്ക് ഗവൺമെൻറ്റിനെ സമ്മർദ്ദത്തിലാക്കണം എന്ന തോന്നലാണ്. അതാണ് യഥാർത്ഥത്തിൽ ഈ വ്യവസായത്തിന് വേണ്ടി നിൽക്കുന്നവർ ചെയ്യേണ്ടത്. നിങ്ങളും രണ്ടുപേരും രണ്ട് വ്യത്യസ്തമായ സമീപനങ്ങളുമായി രണ്ട് ദിശകളിലേക്ക് പോവുകയാണ്. യഥാർത്ഥ ദിശയിലേക്ക് കാര്യങ്ങൾ വരുന്നില്ല. അങ്ങനെയാണോ ബിനോയ്? അതല്ല, സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കണമെന്നൊരു തന്ത്രമില്ലല്ലോ. ഞാനത് പറഞ്ഞല്ലോ. നമ്മൾ ഇപ്പം വിജു രമേശ് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി നമ്മൾ താല്പര്യപ്പെടുന്നില്ല. നമ്മുടെ വിഷയങ്ങൾ കണ്ട് പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ നേതൃത്വം ഉള്ളത്. ഇത്രയും കഴിഞ്ഞ 10 വർഷക്കാലമുള്ള നേതൃത്വമാണ്. ഇവരിതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ഇവരോട് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ചുമതല നമുക്കില്ലേ? വിജു രമേശ് ഈ ആരോപണം ഉന്നയിച്ചിട്ടാണോ നമുക്ക് ബിയർ ആൻഡ് വൈൻ ലൈസൻസ് കിട്ടിയത്? ഇവിടുത്തെ കോൺഫറൻസ് ടൂറിസം നഷ്ടപ്പെട്ടു, ടൂറിസത്തിൽ നിന്ന് റിപ്പോർട്ട് വന്നു. അങ്ങനെ നിരവധി മേഖലയിൽ നിന്ന് ടാക്സ് സെക്രട്ടറി റിപ്പോർട്ട് വന്നു. നിരവധി റിപ്പോർട്ടുകൾ വന്നതിന്റെ വെളിച്ചത്തിലാണ് അന്ന് ഈ ബിയർ ആൻഡ് വൈൻ ലൈസൻസ് തരാൻ സർക്കാർ തുനിഞ്ഞത്. അല്ലാണ്ട് ബിജു രമേശ് ഇങ്ങനെ ഒരു അതൊന്നും കൊണ്ടല്ല ബിനോയ്, അതൊക്കെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് താങ്കളെ. അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു കേരളത്തിലെ ടൂറിസം സെക്രട്ടറിയുടെയും തൊഴിൽ സെക്രട്ടറിയുടെയും. ആ റിപ്പോർട്ടിൽ പറഞ്ഞത് ബിയർ ആൻഡ് വൈൻ ലൈസൻസ് കൊടുക്കണമെന്നല്ല. ഉദയഭാനു കമ്മീഷന്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചു. ഉമ്മൻചാണ്ടി പണ്ട് ഞാൻ മദ്യത്തിൻ്റെ വിഷയത്തിൽ എടുത്തിട്ടുള്ള നിലപാട് വിശദീകരിച്ച് വീര്യം കുറഞ്ഞ മദ്യം കൊടുക്കണമെന്ന് അന്തിമമായി ഒരു നിലപാട് അപ്പോഴും വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ 312 തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു. 3 സ്റ്റാർ 4 സ്റ്റാർ ഒക്കെ ഇവിടെ തുറന്ന് കിടക്കും എന്ന ധാരണയിലും കോടതി അന്തിമവിധി അങ്ങനെയാണ് പറയാൻ പോകുന്നതെന്ന് ധരിച്ചുമാണ് 418 എന്ന പൊളിഞ്ഞ ബാറുകളിൽ മാത്രം ബിയർ ആൻഡ് വൈൻ ലൈസൻസ് നൽകാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത്. ശ്രീ ആന്റണി രാജു, ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇവർക്കിപ്പോൾ എല്ലാ ബാറുകളിലും, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 3 സ്റ്റാറും 4 സ്റ്റാറുമുള്ള ബാറുകളിലെങ്കിലും മദ്യവ്യാപാരം തിരികെ കിട്ടണം. അതിന് ഗവൺമെൻറ്റിന് എന്തോ ചെയ്യാൻ പോവുകയാണ്. എന്താണ് എന്തോ ചെയ്യാൻ പോകുന്നത് എന്നത് സംബന്ധിച്ച് കുറച്ചുകൂടെ കഴിഞ്ഞ് നമുക്ക് VM രാധാകൃഷ്ണനോട് ഒരിക്കൽ കൂടി ചോദിക്കാം.
പക്ഷേ അതിന് തയ്യാറുണ്ടാകുമോ? എത്രയെങ്കിലും സമ്മർദ്ദം ഉയർന്നാൽ അതിന് തയ്യാറാകുമോ സർക്കാർ? അല്ല, അതിന് മറുപടി പറയേണ്ടത് ഞാനല്ല. അത് എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വകുപ്പ് മന്ത്രിയോ അല്ലെങ്കിൽ ആ പാർട്ടിയോ അല്ലെങ്കിൽ മുന്നണി നേതൃത്വമാണ്. പക്ഷേ നമുക്ക് ഇപ്പോഴത്തെ പോക്ക് കാണുമ്പോൾ നമുക്കറിയാം അതിന് യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ല. കാരണം വളരെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് പൊതുജനാഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ രൂക്ഷമായ പ്രതിസന്ധിയും എതിർപ്പുകളെയും ഒക്കെ തൃണവൽഗണിച്ചുകൊണ്ട് ഒരു ഗവൺമെൻറ് മുഖമുദ്രയാക്കി മാറ്റിയെടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് സമ്പൂർണ്ണ മദ്യനിരോധത്തിലേക്ക് നയിക്കുവാൻ ഈ നിയമം ഈ നയം കൊണ്ടുവന്നതും. സുപ്രീം കോടതിയിൽ പോലും ഏറ്റവും ഒടുവിൽ ആ 5 സ്റ്റാറിന് കൂടെ കൊടുത്താൽ ഈ ബാറുകൾക്കെല്ലാം കൊടുക്കാൻ കോടതി ഉത്തരവിട്ടാൽ എന്നുള്ള ഭയം കൊണ്ട് അതുകൊണ്ട് 5 സ്റ്റാർ പോലും വീണ്ടും പൂട്ടിയിടാനായിട്ട് അതിൻ്റെ ലൈസൻസ് കൂടെ റദ്ദാക്കാനായിട്ട് ഗവൺമെൻറ് തീരുമാനിക്കുമെന്ന് പറഞ്ഞാൽ തന്നെ ഗവൺമെൻറ് നയം വളരെ ക്ലിയറാണ്. ഇനി ഗവൺമെൻറ് നിന്ന് ഒരടി പുറകോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള ക്ലിയർ സന്ദേശമാണ് ഗവൺമെൻറ് ഇതിനകം കൊടുത്തിരിക്കുന്നത്. ശ്രീ വി എം രാധാകൃഷ്ണൻ, ഞാൻ ചോദിക്കുന്നത്, ഈ വ്യവസായത്തെ സംരക്ഷിക്കാൻ ഒരു രാഷ്ട്രീയക്കാരനും ഇതുവരെ വന്നിട്ടില്ല. ആർക്കും പകൽ വെളിച്ചത്തിൽ നിങ്ങളെ സഹായിച്ചുകൊണ്ട് സംസാരിക്കാനും കഴിയില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് തിരിച്ച് സഹായിക്കുന്നത്? അങ്ങക്ക് വളരെ വ്യക്തമായ അറിവുള്ള ഒരു കാര്യമാണ്, ഒരു വിജിലൻസ് അന്വേഷണവും റിപ്പോർട്ടോടും കൂടി അവസാനിക്കുന്നൊന്നുമല്ല ഈ കാര്യങ്ങളൊക്കെ. ഒരു അന്വേഷണ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അതാണോ അവസാന വാക്ക്? ഈ അന്വേഷണ റിപ്പോർട്ട് ശരിയാവണ്ണമല്ലെങ്കിൽ അല്ലെങ്കിൽ ഏകപക്ഷീയമായി പക്ഷപാതപരമായി തയ്യാറാക്കിയതാണെങ്കിൽ അത് ചോദ്യം ചെയ്യാൻ ജുഡീഷ്യൽ ഫോറം നിലവിലുണ്ട്. അത് ചോദ്യം ചെയ്യാൻ അവകാശമുള്ള ഇതിൽ അഗ്രീവ്ഡ് ആളുകളുണ്ട്. മൊഴിയെടുത്തവരുടെ മൊഴി ശരിയായ വിധത്തിലല്ല രേഖപ്പെടുത്തിയെങ്കിൽ അത് ഉന്നയിക്കാനുള്ള വേദി അവർക്കുണ്ട്. ഇതിനെല്ലാം കടമ്പകൾ കടന്നു കിട്ടി വേണം ഇതിലേക്ക് ഒരു കൺക്ലൂഷനിലെത്താൻ. അതിനു മുൻപ് ഇപ്പോഴേ കയറി നമ്മൾ ഇതൊന്നും സംഭവിക്കില്ല. ഇപ്പോ മിസ്റ്റർ നികേഷിന് വളരെ ആവശ്യം ഉണ്ടായിരിക്കും നാളെ മറ്റന്നാളോട് കൂടി ഇവന്മാര് ആരെങ്കിലും 4-5 പേരൊക്കെ ഒന്ന് ശരിപ്പെടുത്തി അവസാനിപ്പിച്ച് ഫിനിഷ് ചെയ്ത് പിണ്ണം വെക്കാന്ന്. അങ്ങനെയൊന്നും ഞങ്ങൾ സ്വപ്നം കണ്ടിട്ടില്ല. പക്ഷേ ഇത് ഈ വ്യവസായത്തോട് കൊലച്ചെയ്തി ചെയ്തതിനോട് 23-ാം തീയതി കൂടുന്ന യോഗത്തിൽ ശരിയാവണ്ണം പ്രതികരിക്കും, അല്ലെങ്കിൽ ശരിയാവണ്ണം അതിനോടുള്ള പ്രതികരണം ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നോട് പല ആളുകളും സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, ഞാൻ എന്റെ സ്വന്തം തീരുമാനങ്ങളല്ല. പക്ഷെ 23-ാം തീയതി എക്സിക്യൂട്ടീവ് കമ്മിറ്റി വരുമ്പോഴത്തേക്ക് ഇക്കാര്യങ്ങളിൽ എന്ത് ചെയ്യണമെന്നും ഈ വഞ്ചനയോട് നമ്മൾ സത്യമായിട്ട് എങ്ങനെ പ്രതികരിക്കണമെന്ന്, അല്ലാതെ ആർക്കും തിരക്കഥ പുതിയ കഥകളൊന്നും ഉണ്ടാക്കി ഒന്നും ചെയ്യാൻ കഴിയില്ല. സത്യങ്ങൾ അവതരിപ്പിച്ചിട്ട് ഇതിന്റെ വശം പൊതുജന സമക്ഷം അവതരിപ്പിക്കണോ വേണ്ടേ എന്നുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു ചിത്രം 23-ാം തീയതി ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ യോഗത്തിൽ പങ്കെടുക്കേണ്ട അല്ലെങ്കിൽ ക്ഷണക്കത്ത് കിട്ടിയിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് അക്കാര്യത്തെ കുറിച്ച് ബിജു രമേശിന് അതിൽ ക്ഷണക്കത്ത് കിട്ടിയിട്ടുണ്ടോ? ബിജു രമേശ് പോകുന്നുണ്ടോ? ഇപ്പൊ 3 ഗ്രൂപ്പുകളായിട്ടാണല്ലോ ഇത് തിരിഞ്ഞിരിക്കുന്നത്. ഈ 3 ഗ്രൂപ്പുകളും ഒരേ യോഗത്തിൽ പങ്കെടുക്കാൻ പോവുകയാണോ? ഞാൻ നേരത്തെ ഒരു അപേക്ഷ സമർപ്പിച്ചിരുന്നു, അത് ക്യാമറയ്ക്ക് തുറന്നു തരണം എന്ന്. തീർച്ചയായിട്ടും ഞാൻ ഈ യോഗത്തിൽ പങ്കെടുക്കും. ഈ ശ്രീ വി എം സുധീരൻ പറഞ്ഞതുപോലെ തന്നെ ശക്തമായ നിലപാടുകളുള്ള ഒരുപാട് പേര് ഇതുണ്ട്. ഈ അഴിമതികൾ പുറത്തു കൊണ്ടുവരണമെന്നും ഈ സത്യാവസ്ഥ കൊണ്ടുവരണമെന്നും ഈ ഒരു ബാറുകാർ ഈ 4 വർഷത്തിൻ്റെ ഇടയിൽ 4 വർഷ കാലത്തിനിടയിൽ ഓരോ ലക്ഷം രൂപ ചിട്ടാൽ തന്നെ 700 ബാറുകളായപ്പോൾ തന്നെ 28 കോടി രൂപയായില്ലേ? ഇനി അതിൽ 650 ബാറുകളെ പൈസ തന്നിട്ടുള്ളൂ എങ്കിൽ തന്നെ 25 കോടി രൂപയ്ക്ക് മുകളിലായില്ലേ? അപ്പോൾ ഇത് വലിയ തുകയൊന്നും അല്ല. ഒരു ബാറിനെ സംബന്ധിച്ച് 4 വർഷം കൊണ്ട് ഓരോ 1,50,000 1 ലക്ഷം വെച്ച് ഈ 4 കൊല്ലം കൊണ്ട് ഏകദേശം 25 ഇപ്പം ബിനോയ് 5 കോടി പിരിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ 30 കോടി പിരിച്ചിട്ടുണ്ട്. അല്ല, ബിനോയ് പിടിച്ചത് 30 കോടിയുടെ ഇപ്പൊ ബാക്കി അസോസിയേഷൻ പിരിച്ചിട്ടുണ്ട്. ബിനോയ് എത്ര പിരിച്ചു കൊടുത്തിട്ടുണ്ട്? ബിനോയ്, നമ്മൾ ഗൗരവത്തിലേക്ക് നമ്മുടെ ചർച്ച ബിനോയ് എത്ര കോടി രൂപ പിരിച്ചു കൊടുത്തിട്ടുണ്ട്? ഞാൻ പിരിച്ച കോടിയുടെ കണക്ക് കൃത്യമായി ഞാൻ അസോസിയേഷനും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് കേസ് നടത്താൻ വേണ്ടി മാത്രമാണ്. അതിലൊരു ചികിത്സാശ് പോലും മറ്റ് ചിലപ്പോൾ ഫ്ലൈറ്റ് ചാർജും ഒക്കെ എടുത്തു കാണും. ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങൾ കേസ് നടത്താൻ പോയി. അതല്ലാതെ ഇത്തരത്തിലുള്ള ഒരു കാര്യം ആ പൈസ ഉപയോഗിച്ച് ഇതൊക്കെ പഴയ കണക്കാണ് നികേഷ് ഇവര് പറയുന്നത്. ഈ പഴയ കണക്കൊക്കെ ഞങ്ങൾ ചെല്ലിയെടുക്കും, ഞങ്ങൾ പൊക്കിയെടുക്കും. അതിനൊരു തർക്കവും വേണ്ട. ഇത് ആകെ 10 ദിവസം വലിയ 23-ാം തീയതിക്ക്. അതല്ലെങ്കിൽ ഈ നേതൃത്വം രാജിവെച്ച് പുറത്തു പോട്ടെ. അത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങൾ പിന്നെ നമുക്ക് തീരുമാനിക്കാം. അല്ലാണ്ട് നമ്മളിപ്പോ എന്ത് വെറുതെ ചർച്ച നടത്തിയിട്ടുണ്ട് കാര്യം? ഇത് കൃത്യമായ കണക്ക് പറയാൻ ബാധ്യസ്ഥരാകും ഉണ്ണി അടക്കമുള്ള ആളുകൾ. ഇവരിപ്പോൾ നേതൃത്വം മാറണം എന്ന് താങ്കൾ എന്തുകൊണ്ട് പറയുന്നു? ഇവരോടൊപ്പം ആയിരുന്നില്ല ഇത്രയും കാലം താങ്കൾ? ഗവൺമെൻറ്റിനെതിരെ ബിജു രമേശ് ഒരു ഫൈറ്റിന് നിൽക്കുന്നു. അത് ബിജു രമേശിൻ്റെ ബാറുകൾ അടക്കമുള്ള എല്ലാ ബാറുകളും അടച്ചുപൂട്ടിയതിന് വിരോധം കാരണമായിരിക്കാം. പക്ഷേ അങ്ങനെ ഒരു ബിജു രമേശിൻ്റെ ആക്ഷേപം വരുന്ന ഘട്ടത്തിൽ ഇവർ, അതായത് ഉണ്ണി അടക്കമുള്ളവർ ഗവൺമെൻറ്റിൻ്റെ പക്ഷത്ത് ചേർന്നുകൊണ്ട് ബിജു രമേശിനെതിരായി നിന്നതാണോ അവർക്ക് പറ്റിയ അബദ്ധം?
അതൊന്നുമല്ല. പിന്നെ എന്തിനാണ്? എനിക്ക് ചോദ്യം കറക്റ്റ് ആയിട്ട് മനസ്സിലായില്ല. അല്ലല്ല, ഞാൻ ചോദിക്കുന്നു, ഞാൻ ഒന്നുകൂടെ ചോദിക്കാം. അതായത് ബിജു രമേശ് ഗവൺമെന്റിലെ 2 മന്ത്രിമാർക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നു. രാജ്കുമാർ ഉണ്ണി അടക്കമുള്ള സംഘം എന്ത് ചെയ്യുന്നു? അവരുടെ വാദമുഖങ്ങൾ ബിജു രമേശ് എന്ത് വാദമാണോ ഉന്നയിക്കുന്നത് അതിനെതിരെ മാത്രമായി പ്രയോഗിക്കുന്നു. അത് തെറ്റിപ്പോയി. അതായത് ഗവൺമെന്റിനെ മുൾമുനയിൽ നിർത്തേണ്ടിയിരുന്നു പല ഘട്ടങ്ങളിലും. ബിജു രമേശനിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ പോരായിരുന്നു എന്ന തോന്നൽ കൊണ്ടാണോ ഇപ്പോൾ ഉണ്ണി അടക്കമുള്ളവർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നത്? അതൊന്നല്ല, ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങാം. നികേഷ് ആദ്യം ചോദിച്ചല്ലോ, ഈ ബിജു രമേശ് റിപ്പോർട്ടർ ചാനലിൽ ഒരു CD തന്നു, അത് കഴിഞ്ഞ് ഒരു തെളിവ് പറഞ്ഞു. അതിനകത്ത് എത്ര മന്ത്രിമാരുടെ കണക്ക് പറഞ്ഞു? അന്ന് 3 മന്ത്രിമാരുടെ കണക്ക് നികേഷ് പറഞ്ഞതാണല്ലോ. അത് കഴിഞ്ഞ് 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തപ്പം അത് ഒന്നായി ചെയ്യല്ലോ. അവിടെ നികേഷ് ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. KBHAയുടെ നേതൃത്വം ഒരു ഘട്ടത്തിലും ഗവൺമെന്റ് അല്ല ഭീഷണിപ്പെടുത്തിയിരുന്നത്, അതിൽ അംഗങ്ങളെയാണ് ഭീഷണിപ്പെടുത്തിയത്. കാരണം ഇപ്പൊ പുതിയ ഭീഷണി എന്താ വെച്ചാൽ KBHAയുടെ ഭീഷണി, അതായത് നിങ്ങൾ വാ തുറന്നാൽ ബിയർ ആൻഡ് വൈൻ ലൈസൻസ് പോലും ഞാൻ അടുത്ത ദിവസം പൂട്ടിക്കുമെന്നാണ് സംഘടനാ നേതൃത്വത്തിലുള്ള ചിലരുടെ ഭീഷണി. അപ്പോ സർക്കാരിനോടല്ല ഭീഷണി സംഘടനയിൽ നിർഭാഗ്യവശാൽ അംഗങ്ങളായി അല്ലെങ്കിൽ നിർഭാഗ്യവശാൽ ഈ വ്യവസായത്തിൽ വന്നു പോയവനോടാണ്. ആര് ഭീഷണിപ്പെടുത്തുന്നു? സംഘടനാ നേതൃത്വത്തിലുള്ള. അതിനും ഊരും പേരും ഉണ്ടാവില്ല. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ എവിടെ എത്താൻ പോകും? അത് 23-ാം തീയതി മീറ്റിംഗിൽ തന്നെ അവതരിപ്പിക്കും. കാരണം അത് നികേഷ് മനസ്സിലാക്കണം. കാരണം എന്നോട് നേരിട്ട് പറയുകയല്ലാതെ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടൊന്നുമില്ല. പക്ഷെ എന്നോട് പല അംഗങ്ങളും ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്, പരാതിപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ പറയുന്നത് ബിയറും വൈനും പൂട്ടിക്കും, അതുകൊണ്ട് അടങ്ങിയിരുന്നോ എന്ന് പറയുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ കാര്യം ഞാൻ 23-ാം തീയതി യോഗത്തിൽ ഉന്നയിക്കാമെന്ന് അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. അതിനു മുൻപ് ഞാൻ അവരുടെ പേരുകൾ തൽക്കാലം വെളിപ്പെടുത്തുന്നില്ല. ഇനി അവരെ സ്വാധീനിച്ച് അവരുടെ മൊഴി മാറ്റണ്ട, അതിനും പകരം നല്ലത് പറയാനുള്ളൂ. ഇനി ചാനൽ വഴി വന്ന ശേഷം അവരെ സ്വാധീനിച്ച് നിങ്ങൾ എന്തിനാ അങ്ങനെ പറയാൻ പോയി അദ്ദേഹത്തോട് എന്ന് ചോദിക്കേണ്ട ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ. ആന്റണി രാജു, ഈ സജു ഡൊമിനിക്, ജോൺ കല്ലാട്ട്, ഉണ്ണി തുടങ്ങിയവരാണ് ഈ മൊഴിയിൽ പ്രധാനം. അതിലെല്ലാം സജു ഡൊമിനിക് ഒഴിച്ചുള്ള ജോൺ കല്ലാട്ട് ആയിക്കോട്ടെ, ഉണ്ണി ആയിക്കോട്ടെ മൊഴി നൽകി കഴിഞ്ഞു. ഇനി അതിലെന്തെങ്കിലും ഒരു മാറ്റമോ അല്ലെങ്കിൽ പുതിയ മൊഴികളോ ഇനി മറ്റാരെങ്കിലും ഒക്കെ ഉണ്ട് എങ്കിൽ വന്നാൽ ഈ കേസിനെ അതെങ്ങനെയെങ്കിലും സ്വാധീനിക്കാൻ പോകുന്നുണ്ടോ? ഇന്നിപ്പോൾ ജേക്കബ് തോമസ് ഞങ്ങൾക്ക് തന്ന സൗണ്ട് ബൈറ്റ് കണ്ടല്ലോ. ബാബുവിനെതിരായ കേസ് അടക്കമുള്ളത് ഞങ്ങൾ അന്വേഷിക്കുകയാണ്, ഞാൻ തന്നെയാണ് അതിൻ്റെ മേൽനോട്ടം എന്ന്. ശ്രീ നികേഷ്, ഈ ബാറുടമകൾ തമ്മിലുള്ള പ്രത്യാരോപണങ്ങളുടെ നടുവിൽ ഇന്ന് എൻ്റെ സാന്നിധ്യത്തിന് യാതൊരു പ്രസക്തിയും ഇല്ലായിരുന്നു. ഏതായാലും അങ്ങ് ചോദിച്ചുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ പരസ്പര വിരുദ്ധമായ മൊഴികളും പ്രസ്താവനകളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒക്ടോബർ 31-ാം തീയതി തുടങ്ങിയിടത്തുനിന്നും വളരെ മാറി ഇപ്പോൾ കാര്യങ്ങളൊക്കെ കൈവിട്ട് വേറെ ദിശയിലേക്ക് പോവുകയാണ്. ഏതാണ്ട് 350-ൽ പരം ബാറുടമകളുടെ മൊഴിയെടുത്തു. മുഖ്യമന്ത്രി പറഞ്ഞു, മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടു, മാണിസാറിനെതിരെ യാതൊരു തെളിവും ഈ കേസിലില്ല എന്ന് വന്നു. ഇനിയിപ്പോൾ പുതിയ മൊഴികൾ കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം. നിയമത്തിൻ്റെ മുൻപിൽ പരസ്പര വിരുദ്ധമായ മൊഴികൾക്ക് യാതൊരു വിശ്വസനീയതയും ഉണ്ടാകില്ല. നിയമത്തിന് മുമ്പിൽ യാതൊരു എവിഡൻഷ്യറി വാല്യൂ ഉണ്ടാകില്ല. അതുകൊണ്ട് ഇതുവരെ ഉള്ള കൊടുത്തതിനേക്കാൾ ഇതിപ്പോൾ എന്താണ് ഇനി കൊടുക്കാൻ പോകുന്നത് ആർക്കും അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഓരോ ദിവസവും മൊഴി മാറ്റി കൊടുത്ത് ജനങ്ങളെ ആകെ വിഡ്ഢികളാക്കുന്ന, ഈ സമൂഹത്തെയാകെ ഇരുട്ടിൽ നിർത്തുന്ന ഒരു ഏർപ്പാടായിട്ടാണ് ഇപ്പോൾ ജനങ്ങൾക്ക് തോന്നുക. അതുകൊണ്ട് ഇവർ ഇനിയെങ്കിലും ഈ ഒരു ബ്ലാക്ക് മെയിൽ തന്ത്രമൊക്കെ അവസാനിപ്പിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കാറുള്ളത്. വളരെ നന്ദി ശ്രീ ആന്റണി രാജു, ഡോക്ടർ ബിജു രമേശ്, ബിനോയ്, ഒപ്പം തന്നെ VM രാധാകൃഷ്ണൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.